this is my two legs. I was a person with strong two legs, but below knee, nowadays, I am using artificial limbs. Why? Because the democracy, every time I am hearing from this house about democracy, democracy, democracy. But those who are roaring about democracy, they committed an attack upon me 31 years ago. In Kerala, the CPM leaders, according to their advice, the workers of CPIM. എന്തായാലും കൂടുതൽ പറയാൻ സി സദാനന്ദൻ മാസ്റ്റർ നമുക്കൊപ്പം ഇന്ന് പുത്തൻപുലരിയിൽ അതിഥിയായി ചേരുകയാണ്. സ്വാഗതം മാസ്റ്റർ. നമസ്തേ മാസ്റ്റർ. ആ പ്രസംഗം ഒരിക്കൽ കൂടി ഇനി കണ്ടിട്ടില്ലാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടും ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ആ പ്രസംഗത്തിൻ്റെ ഒരു അല്പഭാഗം കാണിച്ചത്. നമസ്തേ, സ്വാഗതം ഒരിക്കൽ കൂടി ജനം ടി വിയിലേക്ക്, പുത്തൻപുലരിയിലേക്ക്. നമസ്തേ. നമസ്തേ. അവതാരകരായ പ്രദീപ് ജിക്കും പ്രിയ സഹോദരി രാഖിക്കും എൻ്റെ നമസ്കാരം അറിയിക്കുകയാണ്. ബഹുമാനരായ ജനം ടി വിയുടെ പ്രേക്ഷകർക്കും നല്ല ഒരു ദിവസം നേരുക കൂടി ചെയ്യുകയാണ്. മാഷെ, സഭയെ മാത്രമല്ല രാജ്യത്തെ തന്നെ, ഞങ്ങളെ ഒട്ടാകെ തന്നെ ഞെട്ടിച്ചു. മാഷ് പറഞ്ഞ കഥകളൊന്നും, മാഷ് പറഞ്ഞ കാര്യങ്ങളൊന്നും, മാഷിൻ്റെ അനുഭവങ്ങളൊന്നും ഞങ്ങൾക്ക് പുത്തരിയല്ല, ആദ്യം കേൾക്കുന്നതുമല്ല. പക്ഷേ ആ വേദിയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള മറുപടി പ്രസംഗത്തിൽ നന്ദി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അങ്ങ് നടത്തിയ പ്രഖ്യാപനം, അങ്ങയുടെ 2 കൃത്രിമ കാലുകളെടുത്ത് സഭയുടെ മേശപ്പുറത്ത് വച്ചിട്ട് നടത്തിയ പ്രഖ്യാപനം ഒരുപാട് മുഖം മൂടികൾ വലിച്ചു കീറിയെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് തന്നെയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ള ദേശീയ നേതാക്കൾ അടക്കം ചൂണ്ടിക്കാട്ടിയത്. ഇത്തരം ഒരു ജസ്റ്റർ, അതല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കാൻ അങ്ങയെ പ്രേരിപ്പിച്ചത് എന്താണ്? ഒരു സന്ദേശം അങ്ങ് നൽകാൻ ആഗ്രഹിച്ചു എന്ന് വ്യക്തമാണ് സഭാതലം ഇതിനായി തെരഞ്ഞെടുത്തതിലൂടെ. മാഷ്. ശരിയാണ്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ രാജ്യസഭയിലെ ബഹുമാന്യരായ അംഗങ്ങൾക്കും രാജ്യത്തിന് തന്നെയും ഒരു സന്ദേശം നൽകണം എന്ന് തന്നെയായിരുന്നു ഉദ്ദേശം. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ദുരന്തപൂർണമായ സംഭവങ്ങളെ വീണ്ടും ചർച്ചയ്ക്ക് വിധേയമാക്കുക എന്നതല്ല, മറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ പലപ്പോഴും ബഹുമാന്യനായ നരേന്ദ്രമോദിജി ഉൾപ്പെടെയുള്ള, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ കേരളത്തിൽ പാർട്ടിയുടെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘപ്രസ്ഥാനങ്ങളുടെ കാര്യകർത്താക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, സ്വാതന്ത്ര്യത്തോടെ സംഘടനാ പ്രവർത്തനം നടത്തുക എന്ന അവരുടെ നിലപാടിനെ തകർക്കുന്ന തരത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കും എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, ഞങ്ങളുടെ കാര്യകർത്താക്കളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി CPIM-ൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കൊടിയ ആക്രമണങ്ങൾ ലോകത്തിന് മുമ്പാകെ തുറന്നു കാട്ടാൻ ദേശീയ നേതൃത്വം എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, രാജ്യസഭയിൽ, നമ്മുടെ നാടിൻ്റെ ജനാധിപത്യ ശ്രീകോവിലിൻ്റെ ഉപരിസഭയിൽ പലപ്പോഴും നമ്മുടെ ഗവൺമെൻറ്റിനെ, രാഷ്ട്രത്തിൻ്റെ ദേശീയ ഗവൺമെൻറ്റിനെ കരുതേച്ച് കാണിക്കാൻ വേണ്ടി ആ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ജനങ്ങളുടെ മുമ്പാകെ വൈകൃതം എന്ന നിലയ്ക്ക് അവതരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുന്ന കൂട്ടരാണ് ഇടതുപക്ഷ ഭാഗത്തുള്ള MP-മാർ, പ്രത്യേകിച്ച് കേരളത്തിലെ CPIM അംഗങ്ങൾ. അവരെപ്പോഴും സംസാരിക്കുന്നത് ജനാധിപത്യത്തെക്കുറിച്ചാണ്. അവർ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അവർ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് BJP-യുടെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ വക്രീകരിക്കുന്നു. ഇത് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തെക്കുറിച്ച് വലിയ തോതിലൊന്നും അറിയാത്ത ആളുകളെ സംബന്ധിച്ച്, രാജ്യസഭയിലെ നടപടിക്രമങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ശരിയായ ചിത്രമല്ല ലഭിക്കുന്നത്.
ഇവർ മനുഷ്യസ്നേഹത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സഹിഷ്ണുതയുടെ, ജനാധിപത്യത്തിൻ്റെയൊക്കെ വലിയ വായ്പാട്ടുകൾ സഭയിൽ ആലപിക്കും. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ മുഖം, ഇവർ എങ്ങനെയുള്ള ആളുകളാണ് എന്ന് ഒരു വട്ടമെങ്കിലും സഭയിലെ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, നമ്മുടെ നാടിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതെനിക്കാണ് സാധിക്കുക, കാരണം ഞാൻ സഭയിലെ അംഗമാണ്. ഇവരിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആക്രമണം നേരിട്ട ഒരാളാണ്. മാത്രവുമല്ല, രാജ്യസഭയിലെ എൻ്റെ നാമനിർദ്ദേശത്തെ ബഹുമാന്യയായ രാഷ്ട്രപതി ഒരു ഉത്തരവിലൂടെ, നോമിനേഷനിലൂടെ രാജ്യസഭയിലെത്തി രാജ്യസഭാ പ്രവർത്തനങ്ങളിൽ മുഴുകാൻ നിയോഗിക്കപ്പെട്ട എന്നെക്കുറിച്ച് വ്യക്തിപരമായിട്ടും ആ സമയത്ത് അവരുടെ മുഖപത്രത്തിലൂടെ, അവരുടെ ചാനലിലൂടെ കേരളത്തിലെ എല്ലാ അക്രമ സംഭവങ്ങളുടെയും ഉത്തരവാദിയാണ്, ബുദ്ധികേന്ദ്രമാണ്, തലതൊട്ടപ്പനാണ് എന്നൊക്കെയുള്ള നിലയ്ക്കുള്ള പ്രചാരണം ആ സമയത്ത് അവർ നടത്തിയിരുന്നു. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടാനുള്ള യോഗ്യതയില്ല എന്ന തരത്തിലൊക്കെ. പക്ഷെ നമ്മളതൊന്നും അത്ര ഗൗരവത്തോടെ കണ്ടിരുന്നില്ല. എന്ന് വെച്ചാൽ അത് CPIMൻ്റെ ഒരു ശൈലിയാണ് എന്ന് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അനുഭവമുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആത്മാർത്ഥമായി തന്നെയാണോ എന്ന് ജനങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്വയം ഒരു ഉദാഹരണമായി രാജ്യസഭയിൽ ആ നിലയ്ക്ക് ഒരു പ്രകടനം നടത്തിയത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് തന്റെ ഹൃദയം നുറുങ്ങുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മാത്രമല്ലേ, നമുക്ക് അറിയാവുന്ന സംഭവമാണെങ്കിൽ പോലും നമ്മുടെ ഹൃദയം സുധാമൂർത്തി ചെവി പൊത്തി ഇരിക്കുകയായിരുന്നു ഇത് പറഞ്ഞു കേട്ടപ്പോൾ. ഒരാൾക്കും കേട്ടു നിൽക്കാൻ കഴിയില്ല. മാഷ് കടന്നു വന്ന വഴികൾ, മാഷിന് ആ ചങ്കൂറ്റമുണ്ട്, മാഷ് അത് വിവരിച്ചപ്പോൾ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ അങ്ങാടിയിലിറങ്ങി നടന്നു പോകുന്ന മാഷ് സഹോദരിയുടെ വിവാഹ നിശ്ചയം തടഞ്ഞിടുന്നു, തള്ളിയിടുന്നു, 2 കാലുകൾ അങ്ങ് വെട്ടിമാറ്റുകയാണ്. ഇതേക്കുറിച്ചാണ് മാഷ് പറഞ്ഞത്. അവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അടക്കമുള്ളവരുടെ രോഷപ്രകടനം, പൊട്ടിത്തെറി, അത് ഇടപെടാനുള്ള ശ്രമം, തടസ്സപ്പെടുത്താനുള്ള ശ്രമം, അതിൽ നിന്നൊക്കെ വ്യക്തമായിരുന്നു അസ്വസ്ഥത വളരെ വ്യക്തമായിരുന്നു മാഷെ. കാര്യം, തകർന്നു വീഴുന്നത് കെട്ടിപ്പൊക്കിയ പല വ്യാജ ജാടകളുടെ ചില്ലുകൂടുകളായിരുന്നു, വലിച്ചു കീറപ്പെടുന്നത് കോട്ടിട്ട മുഖംമൂടികളായിരുന്നു. മാഷ് പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിലും ഒരിക്കൽ കൂടി പല കാര്യങ്ങൾ അങ്ങയോട് ചോദിക്കേണ്ടതുണ്ട്. 2016 10 വർഷം മുമ്പ് അങ്ങ് പറഞ്ഞു, കൂത്തുപറമ്പിൽ അങ്ങേ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചപ്പോൾ തന്നെ അങ്ങ് പറഞ്ഞു, ഞാൻ ഈ കാലം വെച്ചിട്ട് ഓടിയെത്തുമോ? അന്ന് അങ്ങക്ക് തന്ന സന്ദേശം എന്നായിരുന്നു? അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാജ്യസഭാ നോമിനേഷൻ വന്നപ്പോൾ തന്ന സന്ദേശം എന്തായിരുന്നതിലേക്ക് വരാം. ഒപ്പം തന്നെ ഈ ജെൻ സി എന്നും ജെൻ ആൽഫ എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്ന ചില തലമുറകളുണ്ട്. അവർ ഇതൊന്നും കണ്ടിട്ടില്ല. അവർ ഈ സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുന്ന പലപ്പോഴും പല നരേറ്റീവുകളും മനഃപൂർവ്വം സൃഷ്ടിച്ചു വിടുന്നത് മാത്രമാണ് കണ്ടിട്ടുള്ളത്. എന്തായിരുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയം, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എന്തൊക്കെ നടത്തിയിരുന്നു, എന്തൊക്കെ വെല്ലുവിളികളാണ് ഭാരതം ദേശമാദ്യം എന്ന് പറഞ്ഞതിന് നേരിടേണ്ടി വന്നത് എന്നുള്ളതിലേക്കൊക്കെ ഒന്ന് പോകാം. ആദ്യം അന്ന് അങ്ങ് വെല്ലുവിളി ഏറ്റെടുത്തപ്പോൾ ഉണ്ടായൊരു പ്രതികരണത്തിലേക്ക്, ഭാരത ദർശനത്തിലേക്ക്, വഴിതെറ്റി ഇടതുപക്ഷത്ത് പോയതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കണം. ആദ്യം 2016 കുറിച്ച് മാഷേ. 2016 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നൊരു നിയോഗം പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് സംഘപ്രസ്ഥാനങ്ങൾ മുഴുവനായും, ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെ, കുത്തുപറമ്പ് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കണം എന്ന ഒരു നിയോഗം എൻ്റെ നേരെ വയ്ക്കുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും അത് കേവലം ഒരാളെ ഒരു സ്ഥാനാർത്ഥിയാക്കുന്നു എന്നതല്ല, മറിച്ച് ഈ പറഞ്ഞതുപോലെ ദീർഘകാലമായി സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി തീരുക എന്നുള്ളതായിരുന്നു അന്നത്തെ ആ സന്ദേശം. അത് സ്വീകരിച്ചു. അന്ന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന് പറയുമ്പോൾ ചടുലമായ നീക്കങ്ങൾ അനിവാര്യമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഓടിച്ചാടി നടന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനുള്ള പരിമിതികളുണ്ടായിരുന്നു. എങ്കിലും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ
പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, കാര്യകർത്താക്കന്മാർ കൈമയും മറന്നുകൊണ്ട് ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ആ പ്രവർത്തനത്തിലൂടെ സമൂഹത്തിന് ഒരു സന്ദേശം നൽകാൻ CPIM എന്ന രാഷ്ട്രീയ കക്ഷി ഏത് തരത്തിലാണ് സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നത് എന്ന് വിശദീകരിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് അതിനെ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ആ വർഷത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം കാസർഗോഡ് വെച്ച് നടന്നപ്പോൾ ഏറ്റവും ആരാധ്യനായ പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശമനുസരിച്ച് ആ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയും ആ യോഗത്തിൽ വെച്ച് പ്രധാനമന്ത്രി നേരിട്ട് എന്നെ പരിചയപ്പെടുത്തുകയും പരിചയപ്പെടുത്തുന്നതോടൊപ്പം അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ അതായിരുന്നു: ഡൽഹിയിലിരിക്കുന്ന മാധ്യമപ്രവർത്തകർ കണ്ണു തുറന്നു നോക്കണം, എങ്ങനെയാണ് കേരളത്തിൽ സംഘടനാ പ്രവർത്തകരായ ഞങ്ങളെപ്പോലുള്ള ആളുകളെ CPIM സമീപിക്കുന്നത്, എന്താണ് അവരുടെ ശൈലി എന്ന് കണ്ണു തുറന്ന് കാണണം എന്ന നിലയ്ക്ക് ആണ് മോദിജി അന്ന് ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. അത് വലിയ ചലനങ്ങളുണ്ടാക്കി. ഒരു പരിധിവരെ ഇപ്പോൾ നമ്മളെല്ലാവരും പറയുന്നുണ്ട്, നമ്മളെല്ലാവരും അത് സന്തോഷത്തോടെ ഉൾക്കൊള്ളുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ അക്രമം സാമാന്യമായി അവസാനിച്ചു എന്ന അനുഭവമുണ്ട് ഇതുവരെ. പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് അതൊരു താൽക്കാലികമായ ഇടവേള മാത്രമാണോ എന്ന ഒരു സംശയം നമ്മളിൽ ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളായി മത്സരിച്ച ചില സഹോദരിമാരുൾപ്പെടെയുള്ള ഞങ്ങളുടെ കാര്യകർത്താക്കന്മാർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ വീടുകളിൽ ചെന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവരുടെ വീടുകളിൽ ചെന്ന് അവരെ ആക്രമിക്കുക, അവരുടെ കുടുംബാംഗങ്ങളെ വഴിയിൽ തടഞ്ഞു വെച്ച് ആക്രമിക്കുക, ഈ തരത്തിലുള്ള കാര്യങ്ങൾ കണ്ണൂരിൽ പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം, പയ്യന്നൂർ എന്ന പ്രദേശം CPIMനെ സംബന്ധിച്ച് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും കരുത്തുറ്റ സംഘടനാ സംവിധാനമുള്ള പ്രദേശമാണ് പയ്യന്നൂർ. ആ പയ്യന്നൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായി CPIMൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഇപ്പോൾ അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്, ശ്രീ കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹം പാർട്ടി സംവിധാനത്തിനെതിരെ പാർട്ടി നടത്തുന്ന ഈ തരത്തിലുള്ള ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തു. പൊതുസമൂഹത്തിനിടയിലേക്ക് ആ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ആ പ്രദേശത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംഘർഷം, അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംഘർഷം, അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുന്നിൽ ചെല്ലുന്നു, പടക്കം പൊട്ടിക്കുന്നു, കുട്ടികളെ ഭയപ്പെടുത്തുന്നു, ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തുന്നു, അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ച ആളുകളുടെ വീടുകളിൽ ആക്രമണം നടത്തുന്നു, അവരുടെ വാഹനങ്ങൾ തകർക്കുന്നു. പ്രസംഗങ്ങളിലൂടെ ഞങ്ങൾ എന്താണ് എന്ന് കാണിച്ചു തരാം എന്നൊക്കെയുള്ള സന്ദേശം കൊടുക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ ഉൾപ്പെടെ ആ പ്രദേശത്ത് നടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഭാവിയിൽ ഏത് തരത്തിലാണ് രൂപപ്പെട്ടു വരിക? CPIMൻ്റെ മുൻകാല ചരിത്രം ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട്. ആ ആശങ്ക ഒരു തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന സമാധാനത്തിന് ഭംഗം വരുത്തുന്നതാകും എന്ന് ന്യായമായും നമ്മൾ സംശയിക്കുകയാണ്. ആ സംശയം CPIMൻ്റെ മുൻകാല ചരിത്രം പരിശോധിക്കുന്ന ആർക്കും സാധൂകരിക്കപ്പെടുന്നതുമാണ്. അപ്പോൾ ആ സാഹചര്യത്തെ ഒഴിവാക്കാൻ നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന ഒരു ബോധ്യം പൊതുസമൂഹത്തിനിടയിൽ ഉണ്ടാക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 2016 കുറിച്ച് താങ്കൾ ചോദിച്ചതുകൊണ്ടാണ്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിലൂടെ വലിയൊരു സന്ദേശം, അതിനുശേഷമാണ് പൊതുവെ ആ സന്ദർഭത്തിൽ ഉണ്ടായി വന്ന ജനവികാരം. ആ ജനവികാരം CPIMൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് അല്പം അസ്വസ്ഥതകൾ ഉണ്ടാക്കും എന്നവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. പിന്നീട് അവർ തന്നെ ഇപ്പോൾ പറയാറുണ്ട്, ഞങ്ങൾ തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച നടത്തി, സമാധാനം വേണമെന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ പാർട്ടി തീരുമാനിച്ചു, പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെയുള്ള സംവിധാനം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു, ഞങ്ങൾ അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്തിരിയുന്നു. അപ്പോൾ ആ നിലയ്ക്കൊരു സാമൂഹ്യ സമ്മർദ്ദം സൃഷ്ടിക്കാൻ 2016 തിരഞ്ഞെടുപ്പും തുടർന്ന് ഞങ്ങളുടെ പ്രസ്ഥാനം പ്രവർത്തകന്മാർ അനുഭവിച്ച അനേകം ത്യാഗങ്ങളും സഹനവും ഇന്നത്തെ സമാധാന അന്തരീക്ഷത്തിന് അടിത്തറ പാകിയിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. വളരെ പ്രസക്തമായൊരു ദിവസത്തിലാണ് മാഷ് പയ്യന്നൂരിനെ കുറിച്ച് പരാമർശിച്ചത്, വി കുഞ്ഞികൃഷ്ണനെ കുറിച്ച് പരാമർശിച്ചത്.
ഇന്ന് പുസ്തക പ്രകാശനമാണ്. വലിയ പോലീസ് ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതും ഹൈക്കോടതിയുടെ ഇടപെടലോടുകൂടി ഉണ്ടായതാണ് ഈ സുരക്ഷാ വലയം എന്നുള്ളതാണ്. അതെ 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 ഇത് മറ്റേ സംസ്ഥാന സർക്കാരിൻ്റെയോ ആഭ്യന്തര വകുപ്പിൻ്റെയോ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയോ ഒരു ഔദാര്യമായിരുന്നില്ല മാഷെ. ഹൈക്കോടതി ഇടപെട്ടു, പോലീസ് സംരക്ഷണം ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഒരല്പം ആശങ്കയോടുകൂടി തന്നെയാണ് ഈ ചടങ്ങിനെയും തുടർന്നുള്ള ദിവസങ്ങളെയും നമ്മളും നോക്കിക്കാണുന്നത്. മാഷിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി, മാഷ് കമ്മ്യൂണിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു, CPM-നെ കുറിച്ച് പറഞ്ഞു, അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു. മാഷ് എങ്ങനെ അവിടെ എത്തിപ്പെട്ടു? അന്നത്തെ ഒരു ഫാഷനായിരുന്നു. ഇന്നിപ്പോൾ പലതുണ്ട്. ഒരു കാതിൽ കമ്മലിടുക, പെൺകുട്ടികൾക്ക് മറ്റു ചില ടെൻഡൻസികൾ, ഒരു കമ്മലിട്ടവർ പിന്നെയും കാതിൻ്റെ അവിടെ ഇവിടെയൊക്കെ തുളച്ച് കൂടുതൽ കമ്മലുകൾ ഇടുക എന്നൊക്കെ പറഞ്ഞതുപോലെ അന്നത്തെ യുവത്വത്തിൻ്റെ ഒരു ഫാഷനായിരുന്നു, ധാരണയായിരുന്നു. എങ്ങനെയായിരുന്നു അവിടെ എത്തിപ്പെട്ടത്? അവിടെ നിന്നുള്ള പിന്മാറ്റം അല്ലേ? പിന്മാറ്റം, അതല്ലെങ്കിൽ ശരിയായ പാതയിലേക്കുള്ള പോക്ക് മാഷ്. അതെ, ഞാൻ എൻ്റെ കുടുംബ പശ്ചാത്തലം CPI-യുമായി ബന്ധപ്പെട്ടതാണ്. ജ്യേഷ്ഠനും എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. ജ്യേഷ്ഠനും മൺമറഞ്ഞ ആളാണ്. അച്ഛൻ ആദ്യകാലത്ത് അധ്യാപകനായിരുന്നു. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളാണ്. പാർട്ടി പ്രവർത്തനം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് നിശ്ചയിച്ചു കൊടുത്തത് ദേശാഭിമാനി പത്രത്തിൻ്റെ പ്രചാരണമാണ് എന്ന് അച്ഛനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ പഴയകാലത്ത് ദേശാഭിമാനി പത്രങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. പാർട്ടി സംവിധാനം അതിൻ്റെ ഭാഗമായി മാറി. സ്വാഭാവികമായും എൻ്റെ മൂത്ത സഹോദരൻ, അദ്ദേഹം പഴശ്ശി വില്ലേജ് കമ്മിറ്റിയാണ്, അവിടുത്തെ CPI-ൻ്റെ അന്നത്തെ വളണ്ടിയർ സംവിധാനത്തിൻ്റെ ചുമതലക്കാരനായിരുന്നു. ഏട്ടനൊരു NCC പരിചയമുള്ള, ആ പരിശീലനം ലഭിച്ച ആളായിരുന്നു എന്ന പരിഗണനയാണെന്ന് തോന്നുന്നു ആ നിലയ്ക്ക് വളണ്ടിയർ സംഘടനയെ നയിക്കാൻ നിയോഗിക്കാനുള്ള കാരണം. അപ്പോൾ ആ നിലയ്ക്ക് സ്വാഭാവികമായിട്ടും ഞാനും CPI-ൻ്റെ ഭാഗമായി മാറി എന്നുള്ളതാണ്. CPI-ൻ്റെ എന്നുള്ളതല്ല, എനിക്ക് ഓർമ്മ ഏതാണ്ട് UP സ്കൂൾ ക്ലാസ്സിൽ, അപ്പർ പ്രൈമറി ക്ലാസ്സിൽ 6-7 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തുടങ്ങി ഈ പാർട്ടിയോടൊരു ആകർഷണം തോന്നിയിരുന്നു. ഒന്ന് കുടുംബ പശ്ചാത്തലം, പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അന്നത്തെ ആ കൗമാരപ്രായത്തിൽ അല്ലെങ്കിൽ ബാലൻ എന്ന നിലയ്ക്കുള്ള അവസ്ഥയിലൊക്കെ നാടിൻ്റെ പ്രത്യേകത. എൻ്റെ പ്രദേശം ഒരു CPI-എം ആധിപത്യ ഗ്രാമമാണ്, നമ്മളൊക്കെ പറയുന്ന പാർട്ടി ഗ്രാമം എന്ന തരത്തിലൊക്കെ ഉള്ളതാണ്. ആ ഗ്രാമത്തിലെ അന്തരീക്ഷം, അവിടെ കേൾക്കുന്ന മുദ്രാവാക്യങ്ങൾ, അവിടെ ഉയർന്നു പാറുന്ന കൊടികൾ, അവിടെയുള്ള പാർട്ടി ആഫീസുകൾ, ഇതൊക്കെ വലിയ ആവേശത്തോടെ ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നു എന്നുള്ളതാണ്. ആ ഓഫീസിൽ പോയിരിക്കുക, അവിടെയുള്ള ആളുകളുമായി ഇടപഴകുക, പാർട്ടി പ്രവർത്തകരായ ഏട്ടന്മാരുമായിട്ട് സംവദിക്കുക, സഹവസിക്കുക, അവിടെ പാർട്ടി ഓഫീസിലെ ക്യാരം ബോർഡ് കളിക്കുക, ബാലസംഘത്തിൻ്റെ പ്രകടനത്തിൽ പങ്കെടുക്കുക, ഇതൊക്കെയായിരുന്നു. അങ്ങനെയാണ് കുറച്ചുകൂടി മുതിർന്നു വരുന്നതിനനുസരിച്ച് കോളേജ് വിദ്യാഭ്യാസ കാലത്തും മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലാണ് ഞാൻ പഠിച്ചത്, പ്രീ ഡിഗ്രി. ആ കോളേജിലെ പഠനകാലത്തും SFIയുടെ പ്രവർത്തകനായിരുന്നു. പക്ഷെ പിന്നീട് പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന മഹത്തായ പ്രസ്ഥാനത്തെ തിരിച്ചറിയാൻ കഴിയുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. വിസ്തരഭയം കാരണം ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. പല നിമിത്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചില സാഹിത്യങ്ങൾ വായിച്ചിട്ടുണ്ട്, ചില നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കാനിടയായിട്ടുണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പോലെയുള്ള പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിച്ചു വന്ന സംഘത്തിൻ്റെ വക്താവല്ലാതിരുന്ന ഏറ്റവും ആരാധ്യനായ മൺമറഞ്ഞുപോയ അക്കിത്തം തിരുമേനിയുടെ ലേഖനം, ആ നിലയ്ക്ക് ഒരുപാട് ഘടകങ്ങൾ അതിന് അനുകൂലമായി പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ആ പ്രദേശത്തിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നൊരു ഗോകുൽദാസ്, അദ്ദേഹം ഇപ്പോൾ ബോംബെയിലാണ്, അവിടുത്തെ സംഘകാര്യകർത്താവാണ്. അദ്ദേഹത്തിൻ്റെ സൗഹൃദം, അദ്ദേഹം സംഘം എന്താണ് എന്ന് എന്നിലേക്ക് ആശയം സന്നിവേശിപ്പിക്കാനായി നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ ഫലം ചെയ്തതാണ് ഞാൻ ഇന്നൊരു സംഘകാര്യകർത്താവായി മാറാനുള്ള കാരണം. അത് സത്യത്തിൽ ഇടതുപക്ഷ ആശയത്തോടുള്ള വിരക്തിയിൽ നിന്ന് എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന അന്വേഷണത്തിലൂടെ ഒരു തിരിച്ചറിവിലെത്തി എന്നുള്ളതാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ് നമ്മുടെ ഈ നാടിൻ്റെ എല്ലാ നന്മകൾക്കും ആധാരശിലയായി വർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവുക, അതിലൂടെയാണ് ജീവിത സാഫല്യം എന്ന്
തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് അങ്ങനെയായി മാറി എന്നുള്ളതാണ്. പിന്നീട് സജീവമായി സംഘത്തിൽ പ്രവർത്തിച്ചു, വിവിധ ചുമതലകൾ വഹിച്ചു. ഒരുപാട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ സംഘം എന്താണെന്ന് അറിയിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനത്തിൽ മുഴുകി. അനേകം ആളുകൾ എൻ്റെ പ്രദേശത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, പാർട്ടി ആധിപത്യ ഗ്രാമമായിരുന്നു. പക്ഷെ പിന്നീട് മെല്ലെ മെല്ലെ അതിനൊക്കെ മാറ്റം വന്നു. ഇപ്പോൾ എൻ്റെ പ്രദേശത്ത് ഏറ്റവും നല്ല തരത്തിൽ സംഘടനാ പ്രവർത്തനം നടക്കുന്നു. നല്ല സ്വാധീനം സമാജത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പൊതുവെ കേരളത്തിൽ ഉണ്ടായി വരുന്നൊരു മാറ്റമാണ്. ആ പരിവർത്തനമാണ് എൻ്റെ ഗ്രാമത്തിൽ ഉൾപ്പെടെ സംഘത്തിലേക്ക് നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന സാഹചര്യമാണ് ഈ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടെ CPIM-ൻ്റെ അക്രമ പ്രവർത്തനങ്ങൾ അരങ്ങേറിയത് എന്ന് കണ്ടെത്താൻ പ്രയാസമില്ല. ഇപ്പോൾ നമുക്കറിയാം, വാടിക്കൽ രാമകൃഷ്ണൻ നമ്മളെപ്പോഴും പറയാറുണ്ട്, ആദ്യത്തെ ബലിദാനിയാണ്. അദ്ദേഹം ഒരു സാധാരണ തയ്യൽ തൊഴിലാളിയായിരുന്നു. ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരനായിരുന്നു. അദ്ദേഹത്തെയാണ് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ആരാധ്യനായ നമ്മുടെ സംഘത്തിൻ്റെ അന്നത്തെ ആരാധ്യരായ എല്ലാ കാര്യകർത്താക്കളും ഒരു ഞെട്ടലോടെയാണ് ആ സംഭവത്തെ കണ്ടത്. ആ സംഭവത്തിൽ പ്രതിയായിരുന്ന ആളാണെന്ന് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ആണ് ഈ പരിവർത്തനം ഉണ്ടായത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. 2016 കുറിച്ച് അദ്ദേഹം 2026 ഏറ്റെടുത്തിരിക്കുന്ന വലിയ ദൗത്യമാണ്. അതെ അതെ. എന്തായാലും ഈ 10 വർഷങ്ങൾക്ക് അപ്പുറം അങ്ങ് എങ്ങനെയാണ് നമ്മുടെ കേരളത്തെ വിഭാവനം ചെയ്യുന്നത് എന്ന് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. പത്ത് വർഷം എന്നുള്ളതല്ല, നമ്മുടെ കേരളത്തിൽ ആശയതലത്തിൽ സമഗ്രമായ വിചിന്തനം സമൂഹത്തിനിടയിൽ സൃഷ്ടിക്കുക എന്നുള്ളത് സംഘപ്രസ്ഥാനങ്ങളുടെ ഒരു ലക്ഷ്യമാണ്. നമുക്കറിയാം, സംഘപ്രസ്ഥാനം എന്ന് ഞാൻ പറയുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നുള്ള സംഘടന, ആ സംഘടനയുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് പരം വൈഭവം നേതുമേതത് സ്വരാഷ്ട്രം സമൃദ്ധാ ഭവത്വാ ശിഷാദേ വൃശം ഭാരത് മാതാ കി ജയ്. ഇതാണ്. എന്താണ് RSS, എന്തിനാണ് RSS എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ സമൂഹത്തിൻ്റെ സർവതോമുഖമായ ഉന്നതി, ക്ഷേമം കൈവരുത്തുക. അതിനുവേണ്ടി ഞാൻ എൻ്റെ നാടിനു വേണ്ടി അത്യന്തം പ്രതിബദ്ധതയോടെ, കടീബദ്ധതയോടെ പ്രവർത്തിക്കും എന്ന് വ്യക്തിപരമായി നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥന ചൊല്ലിയാണ് സംഘപ്രവർത്തകന്മാർ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. ഈ പരംവൈഭവം എന്ന അവസ്ഥ കൈവരിക്കാൻ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉയർച്ച എന്ന ലക്ഷ്യം കൈവരിക്കാൻ കേവലം മുദ്രാവാക്യങ്ങൾ പോരാ. ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന വലിയ തോതിലുള്ള പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും കവിതകളും ലേഖനങ്ങളും ഇതൊന്നുമല്ല വേണ്ടത്. അടിസ്ഥാനപരമായി ഓരോ വ്യക്തിയിലും സമൂലമായ പരിവർത്തനമുണ്ടാകേണ്ടതുണ്ട്. വ്യക്തിയുടെ ചിന്തകളിൽ, ജീവിതത്തിലാകമാനം പരിവർത്തനോന്മുഖമായ ഒരു ശൈലി സ്വീകരിക്കുമ്പോഴാണ് അയാൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ രംഗത്തു വരിക. ആ പ്രക്രിയ സാധിതമാകുന്ന പ്രവർത്തനത്തെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം വ്യക്തി നിർമ്മാണം എന്ന് പറയുന്നത്. അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന വ്യക്തികൾ ഒരു പുതിയ ആൾ എന്ന നിലയ്ക്കല്ല, ഉള്ള ആളെ തന്നെ ദേശീയ സംസ്കാരം അവരിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് അവരെ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ഉപകരണങ്ങളാക്കുക എന്ന രീതിയിലാണ് സംഘം പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അനുരണനങ്ങൾ എന്ന നിലയ്ക്ക് വലിയ പരിവർത്തനം ആശയതലത്തിൽ സമൂഹത്തിൽ സംഭവിക്കും. ഇന്ന് വർത്തമാനകാല സാഹചര്യത്തിൽ കാണുന്നതിനപ്പുറം ഭാവിയിലേക്ക് താങ്കൾ ചോദിച്ച 10 വർഷത്തിനകം എന്ത് എന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങിയത് 10 വർഷം എന്നുള്ളതല്ല എന്നാണ്. അതെ, ദീർഘകാലീനമായൊരു പദ്ധതിയാണ്. അത് 10 വർഷം മതിയോ അതോ 20 വർഷം വേണമോ 30 വർഷം എന്നുള്ളതല്ല.
ഇനി നമ്മുടെ സമൂഹം നിലനിൽക്കുന്ന കാലത്തോളം പരിവർത്തിതമാകുന്ന സാഹചര്യം ഉണ്ടാകണം. എല്ലാവർക്കും ക്ഷേമമുണ്ടാകണം. എല്ലാവരും സന്തോഷത്തോടെ, സൗഹൃദത്തോടെ, സഹവർത്തിത്വ ഭാവത്തോടെ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. അതാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പദ്ധതി. ആ പദ്ധതി സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് വിവിധ മേഖലകളിൽ സംഘത്തിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട കാര്യകർത്താക്കൾ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ടായത്. ഇന്ന് നമുക്കറിയാം ഏതാണ്ട് 32 ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത സംഘടനകളുണ്ട്. അതിനോടനുബന്ധമായി പ്രവർത്തിക്കുന്ന മറ്റ് കർമ്മ പദ്ധതികളുണ്ട്. ഇതെല്ലാം ചേർത്ത് 60ഓളം വരുന്ന സംഘടിത കൂട്ടായ്മയാണ് ഇന്ന് നമ്മുടെ ഭാരതത്തിൽ കാണുന്ന സമഗ്രമായ പരിവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത്. അത് കേരളത്തിലും സാധ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും അനുബന്ധ പ്രസ്ഥാനങ്ങളുടെയും ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്ന ആളുകളെന്ന നിലയ്ക്കാണ് സംഘ കാര്യകർത്താക്കന്മാരെ, പാർട്ടിയുടെ കാര്യകർത്താക്കന്മാരെ നമ്മൾ കാണേണ്ടത്. ആ നിയോഗത്തിനനുസരിച്ച് ചിലർ രാജ്യസഭയിൽ പ്രവർത്തിക്കുന്നു. അത് ഓരോ നിയോഗമാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, ചിലർ വിജയിക്കുന്നു, അല്ലെങ്കിൽ വിജയിക്കുന്നില്ല, ചിലരെ ചില പ്രത്യേക ചുമതലകൾ ഏൽപ്പിക്കുന്നു. ആ തരത്തിലൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കേരളം വലിയൊരു പരിവർത്തനത്തിൻ്റെ ദിശയിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് സന്തോഷത്തോടെ, അഭിമാനത്തോടെ പറയാൻ സാധിക്കും. കവർച്ചാ വിഷയം അത് നമ്മുടെ സഭയിൽ ചർച്ചയാക്കാൻ ഒരു ശ്രമം നടത്തി. അത് കോടതിയുടെ മെറിറ്റൊക്കെ ചൂണ്ടിക്കാട്ടി ചിലർ തടസ്സപ്പെടുത്താനൊക്കെ ശ്രമം നടത്തി. എങ്കിൽ പോലും കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ് അല്ലേ? എങ്കിൽ പോലും ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് അത് അങ്ങ് ആ ദൗത്യം വിട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേക്കുറിച്ച് കൂടി പറയാം. ശബരിമല വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ കാണേണ്ടത് കേവലം ഒരു സാമ്പത്തിക കവർച്ച അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള നടത്തി എന്നതിൽ മാത്രമായി ഒതുങ്ങുന്നില്ല. ഇതിലേറ്റവും ഗൗരവമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശബരിമല എന്ന പവിത്രമായ സങ്കേതത്തെ പരിപാലിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകളാണ് ഈ കൊള്ള നടത്തിയത്. അത് എത്ര ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ എത്ര കോടികളുടെ മൂല്യം ഉണ്ട് എന്നതിനേക്കാൾ പ്രധാനം, ഇങ്ങനെ ശബരിമല ക്ഷേത്രത്തെ പരിപാലിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകൾ കാണിക്കുന്ന നെറികേടുകൾ, അത് ശബരിമലയെക്കുറിച്ചുള്ള വിശ്വാസത്തെ പോലും തകർക്കുന്നതാണ്. കാരണം എന്താണ്? എന്നെ ഒരു കാര്യം ഏൽപ്പിക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു കാര്യം ഇത് സംരക്ഷിക്കാൻ സദാനന്ദ മാഷെ ഏൽപ്പിക്കുകയാണ്. ഞാൻ എന്താണോ എന്നെ ഏൽപ്പിച്ചത് അത് എൻ്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി കട്ടുഭുജിക്കുന്നു എന്ന് വരുമ്പോൾ എൻ്റെ ആത്മാർത്ഥതയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇതിന് യോഗ്യനാണോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ആ ഏൽപ്പിക്കപ്പെട്ട വസ്തുവിനോടുള്ള എൻ്റെ കടപ്പാട് എത്രത്തോളമുണ്ട്, എൻ്റെ പ്രതിബദ്ധത എത്രത്തോളമുണ്ട് എന്നളക്കപ്പെടുന്ന രീതിയിലായിരിക്കും അത് ഞാൻ മോഷ്ടിക്കുകയാണെങ്കിൽ. ഇതാണ് ശബരിമലയിൽ സംഭവിച്ചത്. ശബരിമലയുടെ സർവ്വതും സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകൾ ശബരിമലയിലെ സമ്പത്ത് കൊള്ളയടിക്കുന്നു എന്ന് വന്നാൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ദൈവസങ്കേതമാണ്, ഈശ്വര സങ്കേതമാണ്. അനേക കോടികൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പവിത്രമായ സങ്കല്പത്തിൻ്റെ ഇടമാണ് ശബരിമല. അവിടെ അതിൻ്റെ ചുമതലപ്പെട്ട ആളുകൾ, ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമാർ, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ഉയർന്ന ഉദ്യോഗം വഹിച്ചവർ, അവിടെ പൂജാതി കർമ്മങ്ങൾക്കായി വന്നു ചേർന്ന ആളുകൾ, അവിടുത്തെ നിത്യസാന്നിധ്യമായി മാറിയ ആളുകളൊക്കെ അവിടെ നിന്ന് സ്വർണം മോഷ്ടിക്കുന്നു അല്ലെങ്കിൽ സമ്പത്ത് മോഷ്ടിക്കുന്നു എന്ന് വന്നാൽ ഈ പറഞ്ഞ ആളുകൾക്കൊന്നും തങ്ങളുടെ ചുമതലയെക്കുറിച്ച് അല്പം പോലും ബോധ്യമുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ശബരിമലയെക്കുറിച്ചുള്ള വിശ്വാസത്തെ പോലും അവർ സ്വയം ലംഘിക്കുകയാണ്. കാരണം അവിടെ വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ ഇത് ഭഗവാന്റെ സ്വത്താണ്, അത് അല്പം പോലും എടുത്തുകൂടാ എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാകണമെങ്കിൽ അവർക്ക് വിശ്വാസം വേണം. പക്ഷെ അവർക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നില്ല. വിശ്വാസമില്ലാത്ത ആളുകളെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയത്. നോക്കൂ, ഈ കാര്യത്തിൽ ദീർഘനാളുകളായി കേരളത്തിൽ
ഹൈന്ദവ സംഘടനകൾ, സനാതനധർമ്മ വിശ്വാസികളായ ആളുകളൊക്കെ ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. ശബരിമല ക്ഷേത്രത്തെ ശബരിമല ക്ഷേത്രത്തെ മാത്രമല്ല മുഴുവൻ ക്ഷേത്രങ്ങളെയും വിശ്വാസികളെ ഏൽപ്പിക്കണം, അതിൻ്റെ നടത്തിപ്പ് മറ്റു കാര്യങ്ങളെല്ലാം. പക്ഷേ രാഷ്ട്രീയക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. മാറി മാറി വരുന്ന സംസ്ഥാന സർക്കാരുകൾ നിയോഗിക്കപ്പെടുന്ന രാഷ്ട്രീയ നിയമനങ്ങളിലൂടെ അതിൻ്റെ ഉന്നത സ്ഥാനത്തെത്തുന്നവരാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ഇതിപ്പോൾ ശബരിമലയുടെ കാര്യം മാത്രമാണ്. ഇതുപോലുള്ള മഹാക്ഷേത്രങ്ങൾ അനേകമുണ്ട് നമ്മുടെ കേരളത്തിൽ. ഈ ക്ഷേത്രങ്ങളിലൊക്കെ കോടിക്കണക്കിന് ശതകോടികൾ വരുന്ന സ്വത്തുക്കളുണ്ട്. ഇതെല്ലാം ഭക്തജനങ്ങൾ ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം സമർപ്പിക്കുന്നവയാണ്. അത് മോഷ്ടിക്കപ്പെടുന്നു എന്ന് വരുന്നത് ചില്ലറ കാര്യമല്ല. അത് കോടതിയിൽ വ്യവഹാരമായി മാറുന്നു, അത് ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നു, മാധ്യമങ്ങൾ അത് ഉയർത്തി കാണിക്കുന്നു. ഈ സംഗതി നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ വരെ അത് ആവിഷ്കരിക്കപ്പെടണം എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതാണ് ഞാൻ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത്. അത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. അവർക്ക് എത്രത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുന്ന വിഷയമാണോ ഉയരുന്നത് അതിനെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് സ്വാഭാവികമാണ്. അതിൻ്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചു കൊടുത്തുകൊണ്ട് പിന്നെ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്, ഉന്നയിക്കരുത് എന്നൊക്കെ ആവശ്യപ്പെടാം അവർക്ക്. പക്ഷേ ഇത് സഭയിൽ ഉന്നയിക്കപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പാർട്ടിയുടെ പ്രസ്ഥാനത്തിൻ്റെ അനുവാദത്തോടെ അത്തരമൊരു സാഹചര്യം സാധ്യമാകുമെങ്കിൽ കൂടുതൽ വിവരങ്ങൾ സഭയിൽ ധരിപ്പിക്കാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ അത് ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അത് കാലത്തിൻ്റെ ആവശ്യമാണ്. മാഷെ വളരെ വ്യക്തമാണ്. മാഷിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, മാഷിന് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഒട്ടനവധി പ്രേക്ഷകരുടെ സന്ദേശങ്ങൾ വന്നിട്ടുണ്ട്. മാഷ് തന്നെ പറഞ്ഞ പോലെ സമയപരിമിതി മൂലം ഓരോന്നായി നമ്മൾ എടുത്ത് വായിക്കുന്നില്ല. പലരും ഇപ്പോൾ ശബരിമല വിഷയം തന്നെ പ്രീതി ജയൻ അടക്കമുള്ളവർ ഉന്നയിച്ചിട്ടുണ്ട്. അതിനും അങ്ങ് മറുപടി പറഞ്ഞു കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ ഇടപെടാൻ സമയമായിട്ടില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്തായാലും അങ്ങേക്ക് ഇന്ന് പാർലമെന്റിലേക്ക് പോയിട്ടുണ്ട്, തിരക്കുണ്ടെന്നറിയാം. പക്ഷേ ഒരു കാര്യം പ്രേക്ഷകരുമായി നേരിട്ട്, അങ്ങയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞങ്ങൾ ഇന്നലെ തന്നെ കണ്ടു. വൈകാരികമായിരുന്നു ആ പോസ്റ്റ് അല്ലേ? വൈകാരികമായിരുന്നു. നമുക്കൊക്കെ ഫീൽ ചെയ്യാമായിരുന്നു. മാഷിനെ അറിയുന്നവർക്ക്, മാഷിനെ മനസ്സിലാക്കുന്നവർക്ക് അതിൻ്റെ ഓരോ നിമിഷവും നമുക്കതിൻ്റെ ഓരോ സ്പന്ദനവും മനസ്സിലാകുന്നതായിരുന്നു. ഇന്നലത്തെ NDA യോഗത്തിലെ അനുഭവം, കാര്യം മോദിജി അങ്ങ് അത് വിശദമായി എഴുതിയിട്ടുണ്ട്. കാര്യം നമ്മളൊക്കെ TV-യിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടിയുള്ള അഭിനന്ദനം, അനുമോദനം എങ്ങനെയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുമായിരുന്നു. എങ്കിൽ പോലും അല്ലേ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് അല്ലേ, മാഷിൽ നിന്ന് അതൊന്ന് കേൾക്കണം. ആ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? എന്തായിരുന്നു ഇന്നലത്തെ ആ ഒരു എക്സ്പീരിയൻസ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി മാഷെ? അതെ, എനിക്കത് പറയുന്നതിൽ വളരെ സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭാഗത്ത് CPIM-ൽ നിന്ന് ഏറെ ദുരിതങ്ങൾ പേറേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ കാലങ്ങളിലൊക്കെ പാർട്ടിയുടെ സംഘത്തിൻ്റെയൊക്കെ ദേശീയ നേതൃത്വം തണലൊരുക്കിയിട്ടുണ്ട്. അതേത് തരത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾക്കൊരനുഭവമാണ്, ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം, അത് പാർലമെൻറ്റ് അനക്സിലുള്ള ബാലയോഗി ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. ഞാൻ അവിടേക്ക് ചെന്നു. ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവിടെ കൂടിയിട്ടുള്ള ധാരാളം MP-മാർ, പാർട്ടിയുടെ മാത്രമല്ല ഘടകകക്ഷികളായിട്ടുള്ള പാർട്ടികളുടെ MP-മാർ, രാജ്യസഭാ MP-മാരും ലോക്സഭയിലുള്ള ആളുകളുമൊക്കെ തലേ ദിവസം രാജ്യസഭയിൽ നടന്ന പ്രസംഗത്തെക്കുറിച്ചൊക്കെ എന്നോട് നേരിട്ട് എല്ലാവരും സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി. ഹാളിലേക്ക് കടന്നു ചെന്നു. ഞാൻ ഏറ്റവും പുറകിലാണ് ഇരുന്നത്. കാരണം നടന്ന് മുന്നിലേക്ക് എത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് കൊണ്ട് ഏറ്റവും പുറകിലത്തെ സീറ്റിലാണ് ഞാൻ ഇരുന്നത്. ബാക്കി എല്ലാവരും മുന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. യോഗം തുടങ്ങാൻ നിശ്ചയിച്ച സമയമായപ്പോഴേക്കും ആദരണീയനായ പ്രധാനമന്ത്രി, ഞാൻ ഇരുന്ന പിൻഭാഗത്തൂടെയാണ് ഹാളിലേക്ക് പ്രവേശന കവാടം അവിടെയാണ്. അദ്ദേഹം കടന്നു വരുന്ന വഴിക്ക് എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഞാനും എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വളരെ വല്ലാത്തൊരു മുഖഭാവത്തോടുകൂടി അദ്ദേഹം എൻ്റെ അടുത്തേക്ക് കടന്നു വന്ന്, ഞാനിരിക്കുന്ന സീറ്റിൻ്റെ അടുത്ത് വന്ന് എൻ്റെ ചുമലിൽ പിടിച്ച് കൈകൾ രണ്ടും ചേർത്ത് അദ്ദേഹത്തിൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. അദ്ദേഹം അതുതന്നെയാണ്, അതിഗംഭീരമായിരുന്നു, ഞാൻ കണ്ടു.
ആദ്യത്തെ പ്രസംഗമല്ലേ എന്നൊക്കെ ചോദിച്ച് കുറച്ച് നേരം എൻ്റെ അടുത്ത് ചെലവഴിച്ച് പിന്നെയാണ് അദ്ദേഹം മുന്നിലേക്ക് നടന്ന് വേദിയിലേക്ക് എത്തിയത്. വേദിയിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്തും ഏതാണ്ട് ഒരു 20-25 മിനിറ്റ് നേരമാണ് മോദിജി സംസാരിച്ചത്. അപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ അമേരിക്ക തീരുവ കുറച്ച് അതൊക്കെ മറ്റ് വിഷയങ്ങളാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പരാമർശിക്കുകയും നമ്മുടെ ബജറ്റിനെക്കുറിച്ച് ഏറ്റവും അഭിമാനത്തോടു കൂടി നാം എല്ലാവരും ഈ ബജറ്റിൻ്റെ നന്മ നിറഞ്ഞ വശം ജനങ്ങളിലേക്ക് എത്തിക്കണം, ജനങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ മോഹമാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ ഒരു കർത്തവ്യമാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10-11 വർഷമായിട്ട് NDA ഗവൺമെൻറ്റിലൂടെ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. സബ്കാ സാത്ത് സബ്കാ വികാസ് എപ്പോഴും അദ്ദേഹം ഉദ്ധരിക്കുന്ന വികസിത ഭാരതം, ഈ പറഞ്ഞതുപോലെ എല്ലാവരോടുമൊപ്പം എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നൊക്കെയുള്ള ആശയങ്ങൾ വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ അവതരിപ്പിക്കുന്നതിൻ്റെ ഒപ്പം ഇങ്ങനെയൊക്കെ നാം പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യകർത്താക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ന നിലയിലേക്ക് അദ്ദേഹം കടന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആ വിഷയത്തിലേക്ക് എത്തി. പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു ആ സന്ദർഭത്തിൽ. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മോദിജിയും അമിത്ഷാജിയെ പോലുള്ള ആളുകൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അമിത്ഷാജി എക്സിൽ കുറിച്ചു എന്നൊക്കെ. ഇവരൊക്കെ ഹൃദയത്തിൽ പേറുന്ന അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്ന കൂട്ടരാണ് കേരളത്തിലെ കാര്യകർത്താക്കൾ എന്ന ബോധം വല്ലാത്തൊരു വികാരമാണ് ഉണർത്തിയത്. മോദിജി കേരളത്തെക്കുറിച്ച് പരാമർശിച്ചു, കേരളത്തിലെ കാര്യകർത്താക്കളെക്കുറിച്ച് പരാമർശിച്ചു. പിന്നെ അദ്ദേഹം ഇന്നലെ തലേ ദിവസം രാജ്യസഭയിൽ ഞാൻ നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് പരാമർശിച്ചു. അത് കുറേ അധികം നേരം തന്നെ അദ്ദേഹം അത് ഒരു വിശദീകരണം പോലെ തന്നെ എല്ലാ അംഗങ്ങളോടും അദ്ദേഹം ആവശ്യപ്പെട്ടു, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കണം എന്ന്. ആ കൂട്ടത്തിലാണ് അദ്ദേഹം ഒരു കാര്യം നിർദ്ദേശിച്ചത്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട മാസ്റ്റർജി എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, പുറകിലിരിക്കുന്നുണ്ട്, എല്ലാവരും എഴുന്നേറ്റ് നിന്നൊരു സ്റ്റാൻഡിങ് സല്യൂട്ട് അദ്ദേഹത്തിന് കൊടുക്കൂ എന്ന് മോദിജി ആവശ്യപ്പെടുകയാണ്. ഞാൻ സത്യത്തിൽ വല്ലാത്തൊരു അമ്പരപ്പായിരുന്നു. നമ്മുടെ നാടിൻ്റെ ലോകാരാധ്യനായ പ്രധാനമന്ത്രി കേവലം ഒരു കാര്യകർത്താവിനെ എല്ലാവരോടും ഒരു സ്റ്റാൻഡിങ് സല്യൂട്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരഭിവാദ്യം അദ്ദേഹത്തിന് നൽകൂ എന്നൊരു പ്രധാനമന്ത്രി പറയുമ്പോൾ എത്രമാത്രം ഗൗരവത്തോടെയാണ് അല്ലെങ്കിൽ ഹൃദയപൂർവ്വമാണ് ഈ പ്രവർത്തനങ്ങളെ കാണുന്നത്. പ്രവർത്തകർ നടത്തുന്ന ത്യാഗപൂർണമായ പ്രവർത്തനത്തെ പൊതുവെ നമ്മൾ എന്താണ് വിചാരിക്കുക, സാധാരണ മറ്റ് രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കളൊക്കെ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്തതാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ്. പക്ഷേ സംഘപ്രസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ അടിസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന, വിഷമം സഹിച്ച് പ്രവർത്തിക്കുന്ന, ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത കാലത്ത് മുതൽ സംഘടനാ പ്രവർത്തനം നടത്തി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഏറ്റവും ആരാധ്യരായ വരിഷ്ഠരായ മുതിർന്ന കാര്യകർത്താക്കൾ റെയിൽവേ സ്റ്റേഷനുകളിൽ കിടന്നുറങ്ങിയ കഥകൾ, പാർട്ടി ഓഫീസുകളിലെ കാലുകൾ ഇളകിയാടുന്ന ബെഞ്ചിൽ കിടന്നുറങ്ങിയ അവസ്ഥ, നമ്മുടെ പ്രവർത്തകന്മാർ പ്രവർത്തനത്തിനിറങ്ങുന്നതിനിടയിൽ അവർക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾ, സാമ്പത്തികമായും ശാരീരികമായും അനുഭവിക്കേണ്ടി വരുന്ന നഷ്ടങ്ങൾ, കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ ജയിലിൽ കഴിയേണ്ടി വരുന്ന നമ്മുടെ പ്രവർത്തകന്മാർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ എത്ര ശ്രദ്ധയോടെയാണ് കാണുന്നത് എന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവിഷ്കാരമാണ് ആദരണീയനായ പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായത്. ഏതായാലും എല്ലാ പ്രവർത്തകരും, വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട എല്ലാ 400ഓളം വരുന്ന MP-മാർ, ഞാനത് ഫേസ്ബുക്കിൽ കുറിച്ചു. അത് കേവലം 400 വ്യക്തികൾ എന്നുള്ളതല്ല, അവർ പ്രതിനിധാനം ചെയ്യുന്ന ഭാരതത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും മുഴുവൻ വിഭാഗങ്ങളിലെയും ജനസമൂഹം ഒന്നടങ്കം ഈ പ്രവർത്തകരെ കൂടെയുണ്ട്, അവർക്ക് തണലൊരുക്കാനുണ്ട് എന്നൊരു സന്ദേശമാണ് ആ സന്ദർഭത്തിലുണ്ടായത്. അത് ആ നിലക്ക് തന്നെയാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ മുഴുവൻ രാഷ്ട്രവും മുഴുവൻ സമൂഹവും പ്രവർത്തിക്കുന്ന, വേദന അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന കാര്യകർത്താക്കളോടൊപ്പമുണ്ട് എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞ, വീണ്ടും വീണ്ടും ഉറപ്പിക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അത് വികാരമുണർത്തി എന്നുള്ളത് സത്യമാണ്. വല്ലാത്തൊരു വികാരം, പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വികാരമുണർത്തി. അതെൻ്റെ പ്രവർത്തകരുമായി പങ്കുവയ്ക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഫേസ്ബുക്കിൽ അത്
പോസ്റ്റ് ചെയ്തത്. അപ്പം ഞാൻ മാത്രം അറിയേണ്ടതോ അനുഭവിക്കേണ്ടതോ അല്ല. എന്നെപ്പോലെയുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭാരതമെമ്പാടുമുള്ള, ഇപ്പോൾ കേരളത്തെക്കുറിച്ച് മാത്രമല്ലല്ലോ, പശ്ചിമ ബംഗാളിൽ നമ്മൾ അനുഭവിച്ചത്, ത്രിപുരയിൽ അനുഭവിച്ചത്, ജമ്മു കാശ്മീരിൽ അനുഭവിച്ചത്, മറ്റിടങ്ങളിലൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അത് CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഭീകരവാദ ശക്തികളിൽ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും പരിപോഷണത്തിനും വേണ്ടിയാണ് എന്ന ഒരു സന്ദേശമാണ് മോദിജിയുടെ ആ പ്രവൃത്തിയിലൂടെ കാണാൻ സാധിച്ചത്. പക്ഷേ സമയം അവസാനിക്കുന്നു എന്നറിയാം. രാഖിക്ക് എന്തോ ഒരു റിക്വസ്റ്റ് ഉണ്ട്. അതിന് മുമ്പായിട്ട് ഒരുപാട് കമൻറ്റുകൾ, അങ്ങേക്ക് നമസ്തേ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻറ്റുകളുണ്ട്. ഒരെണ്ണം മാത്രം ഞാൻ വായിക്കുന്നു സമയപരിമിതി മൂലം. രാജേന്ദ്ര പ്രസാദ് ശ്രീനിവാസൻ എന്നാണ് ആ യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ ID. സദാനന്ദൻ മാസ്റ്ററെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല മാഷ് ഒരു പുലിയാണ് എന്ന്. ഞാൻ ആ പ്രസംഗം നേരിട്ട് കണ്ടപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരാൾ പ്രസംഗിക്കും പോലെ തോന്നി. സല്യൂട്ട്. ഇങ്ങനെയാണ് ഓരോ കമന്റ്സും അല്ലേ? അതെ. എന്തായാലും ശ്രീ പ്രദീപ് പിള്ള പറഞ്ഞതുപോലെ എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്. താങ്കളുടെ നാവിൽ നിന്ന് ഗണഗീതം ഒന്ന് ചൊല്ലിക്കേൾക്കണമെന്ന്. നമ്മുടെ രാജ്യസഭയിൽ നമ്മൾ കേട്ടതാണ് എങ്കിൽ പോലും, സമയപരിമിതി ഉണ്ട് അറിയാം, എങ്കിൽ പോലും ഒരു 2 വരി. ഞാൻ രാജ്യസഭയിൽ ആലപിച്ച ഗീതം കേരളത്തിൽ ഏറെ പ്രചാരം നേടിയതാണ്. അതാണെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരുപാട് ഗീതങ്ങൾ സംഘത്തെ സംബന്ധിച്ചിടത്തോളം സംഘപ്രവർത്തകർക്ക് പ്രേരണയേകുന്ന ആശയങ്ങളാണ് ഗീതങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത്. അത് ഒരുമിച്ച് പാടുന്നത് ഗണഗീതം. ഗണഗീതം എന്ന വാക്ക് RSSൻ്റെ പാട്ട് എന്നല്ല. സംഘപ്രവർത്തകന്മാർ ശാഖകളിൽ വ്യക്തിനിർമ്മാണത്തിൻ്റെ ഭാഗമായി, ബൗദ്ധിക വികാസത്തിൻ്റെ ഭാഗമായി ചൊല്ലി പഠിക്കുന്ന ഗീതങ്ങളാണ്. അത് പരമേശ്വർജി ഉൾപ്പെടെ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നന്ദേട്ടൻ ഉൾപ്പെടെ, ഹരിയേട്ടൻ, നമ്മെ വിട്ടുപോയ ഹരിയേട്ടനെ പോലെ, മാധവജിയെ പോലെ, രാമചന്ദ്രേട്ടനെ പോലെയുള്ള അനേകം മുതിർന്ന കാര്യകർത്താക്കളും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യകർത്താക്കളിൽപ്പെട്ട ആളുകളുമൊക്കെ അവർ എഴുതിയ കവിതകളാണ് ഗീതങ്ങളായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത്. അത് ഇന്നാൾ എഴുതി എന്ന് എഴുതിയ ആളുകളുടെ പേരെവിടെയും പറയാറില്ല. അതും ഏറ്റവും മഹത്തായ ഒരു സങ്കല്പമാണ്. ഇത് ഭാരതമാതാവിന് അർപ്പിക്കുന്ന പൂക്കളാണ് എന്ന നിലയ്ക്കാണ് ആ ഗീതങ്ങളെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അർച്ചന ചെയ്യുന്ന ഒരാൾ ഇന്നാളാണ് എന്നറിയപ്പെടുന്നതിൽ പ്രസക്തിയില്ല എന്നുള്ളത് കൊണ്ടാണ്. സംഘത്തിന് പുറത്തുള്ള ബഹുമാന്യനായ യശശരീരനായ ONV കുറുപ്പിനെ പോലുള്ള ആളുകൾ എഴുതിയ ഗീതം പോലും നമ്മുടെ ഗണഗീതങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ രാജ്യസഭയിൽ ആലപിച്ച, കേരളത്തിൽ പ്രചാരം നേടിയ ആ ഗീതം അതൊരു 4 വരി ചൊല്ലുന്നതിൻ്റെ ഒപ്പം ONV കുറുപ്പ്, അത് പലപ്പോഴും ചിലപ്പോൾ പലർക്കും അറിയില്ല, ONV കുറുപ്പ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ അദ്ദേഹം എഴുതിയ ദേശഭക്തി ഗാനം പോലും സംഘശാഖകളിൽ പ്രവർത്തകന്മാർ ചൊല്ലി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 4 വരിയും കൂടെ ചൊല്ലാം. രാജ്യസഭയിൽ ആലപിച്ചത് ഞാൻ പറഞ്ഞതുപോലെ പ്രചുര പ്രചാരം നേടിയ ഒന്നാണ്. വിദ്യാലയങ്ങളിലൊക്കെ കുട്ടികൾ ആലപിക്കുക, ഞങ്ങളോടൊക്കെ വന്ന് ചോദിക്കാറുണ്ട്, മാഷേ നിങ്ങളുടെ ആ പാട്ടൊന്ന് തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതാണ് പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ, പൂങ്കാവനങ്ങളുണ്ടിവിടെ. ഇലയും ഇതളും പൂവും മൊട്ടും ഇറുത്തെടുത്തർപ്പിച്ചിടാൻ തലകുമ്പിട്ടു തരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ. അടിമുടി സേവനവാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി വിടർന്നിടുന്നു മൊട്ടുകളിവിടെ. അങ്ങനെ പോവുകയാണ് ആ വരികൾ. എത്ര ഉദാത്തമായ ഭാവമാണ് നമ്മുടെ പൂജിക്കാനുള്ള പുഷ്പങ്ങൾ. ആരെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെ അതെ. ഞാൻ പറഞ്ഞല്ലോ ONV സാർ എഴുതിയ ആ ഗീതം, അതിൻ്റെ ഒരു 4 വരിയും കൂടെ ഞാൻ ചൊല്ലാം.
കാരണം അത് വേണ്ടത്ര ഒരുപക്ഷെ ജനങ്ങളിൽ എത്തിയിട്ടുണ്ടാവില്ല. നമുക്കറിയാമല്ലോ സംഘത്തിൻ്റെ കാഴ്ചപ്പാട്. വേണമെങ്കിൽ ONV കുറുപ്പ് കമ്മ്യൂണിസ്റ്റുകാരനാണ്, അദ്ദേഹത്തെ എഴുതിയത് നമുക്ക് വേണ്ട എന്ന് പറയാം. പക്ഷേ സംഘം അതല്ല. എല്ലാവരെയും സ്വീകരിക്കുന്ന മനോഭാവത്തോടെയാണ് സംഘം പ്രവർത്തിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇതാണ് ആ വരികൾ. ഭാരത ഹൃദയ വിപഞ്ചിയിലുണരും രാഗമാലിക നാം, നാനാവർണ്ണ മനോഹരമായൊരു രാഗമാലിക നാം. ഭാരത ഹൃദയ വിപഞ്ചിയിലുണരും രാഗമാലിക നാം, നാനാവർണ്ണ മനോഹരമാമൊരു രാഗമാലിക നാം. ഇത്രയും പറഞ്ഞതിന് ശേഷം കവി എഴുതുകയാണ്. ഒന്നേ നമ്മുടെ മധുര സ്വപ്നം, ഒന്നേ സങ്കൽപ്പം, ഒന്നേ നമ്മുടെ മാനസതാരിൽ സ്പന്ദന മൃദുതന്ത്രം, കരളിൽ കാൽത്തളിർ വെപ്പിലുമൊരു പോൽ ശ്രുതിലയ താളങ്ങൾ. അങ്ങനെ പോവുകയാണ്. ആ ഗീതത്തിൽ ഭാരതത്തിൻ്റെ വൈവിധ്യങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്, നമുക്ക് നേടേണ്ട ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, എല്ലാം മുതൽ ആവിഷ്കരിക്കുന്നുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാനത് മുഴുവനായിട്ട് ആലപിക്കുന്നില്ല. ഏതായാലും അങ്ങേയറ്റത്തെ ആത്മനിർവൃതിയോടെയാണ് ഇത്രയും സമയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് പറയാനുണ്ട് പരസ്പരം. ആ നിലയ്ക്കൊക്കെ ഏറ്റവും സന്തോഷത്തോടെയുള്ളൊരനുഭവമായി എന്ന് പറയാൻ എനിക്ക് സാധിക്കും. ഒരുപാട് സന്തോഷം. ഓരോ പ്രേക്ഷകർക്കും വേണ്ടി ആയിരക്കണക്കിന് പ്രേക്ഷകരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പതിവില്ലാത്ത വിധം യൂട്യൂബിൽ കമൻറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സമയപരിമിതി മൂലം മാത്രം നിർത്തുന്നു. ഏത് നല്ലതിനും താൽക്കാലികമായൊരു ഇടവേള വേണമല്ലോ. അധികം മാഷ് പറഞ്ഞ വർത്തമാനത്തിൻ്റെ ഒരു ഗാംഭീര്യം, മാഷിൻ്റെ പാട്ട് ജ്വലിപ്പിച്ച ആ ഒരു തീക്ഷ്ണത, അത് ജ്വലിപ്പിച്ച ദേശീയ വികാരം, അത് ഉണ്ടാക്കിയ ഒരു ആവേശം, അതിൻ്റെ മാധുര്യമൊന്നും കെടുത്തുന്നില്ല. നമസ്തേ, നന്ദി ഓരോ പ്രേക്ഷകർക്കും വേണ്ടി. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം.